ഇന്റർവൽ ബ്ലോക്ക് എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളിയായിട്ട് വന്നതാണ്. എങ്ങനെ ഒരു സ്ലോ പേസിൽ പോയിട്ട് ഭയങ്കര ഇന്റർവെല്ലിൽ ഒരു പഞ്ചൊക്കെ ഉള്ള ഒരു സീനായിരുന്നു. പയ്യെ കയറി ഇന്റർവെല്ലിൽ പോയി കത്താണ്. സെക്കൻഡ് ഹാഫ് എന്തായാലും പൊളിച്ചെടുക്കും. അതിൻ്റെ ഒരു ഇതാണ് ഇന്റർവെല്ലിൽ കാണുന്നത്. നമുക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ ഇട്ട് പറയാം. പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ത്രില്ലിംഗ് ആണ് പടം. എന്തായാലും നല്ല രീതിയിൽ പടം കയറി. സെക്കൻഡ് എൻട്രി ലാലേട്ടൻ്റെയാണ്. ലാലേട്ടനും കൂടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ പടം വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല സീക്വൻസ് ആയിരുന്നു. അത് ഞാനൊരു മമ്മൂക്ക ഫാൻ ആയതിലും ഇതിൽ മമ്മൂക്കയുടെ ഒരു ഇമ്പാക്റ്റ് നല്ല രീതിയിൽ തിരിച്ചുവരവുണ്ട്. നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പടം തിയേറ്ററിൽ എന്തൊക്കെയാലും ഹിറ്റായിരിക്കും. ഓൾമോസ്റ്റ് നല്ലൊരു ഇമ്പാക്റ്റ്. ഒരു വിഷ്വൽ ട്രീറ്റ് ആണോ? തീർച്ചയായിട്ടും നല്ല വിഷ്വൽ ട്രീറ്റ്. ഇന്റർവെൽ പഞ്ച് അടിപൊളിയായിരുന്നു. മൊത്തത്തില് ഒരു സ്ലോ പേസിൽ പോയിട്ട് പടം ഇടയ്ക്ക് ചെറിയ സ്ലോ പേസിൽ പോകും. പിന്നെ ആ ലാസ്റ്റ് അത് സെറ്റ് ആയിട്ടുണ്ട്. ഇന്റർവെൽ ബ്ലോക്ക് എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ഞെട്ടിച്ചോ? നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പെക്ടേഷൻ ഒക്കെ മീറ്റ് ചെയ്തോ? പിന്നെ നല്ല പടമായിരുന്നു. തകർത്ത മമ്മൂട്ടി അല്ലേപ്പാ. എങ്ങനെയുണ്ട്? എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? ഇന്റർവെൽ സീനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞെട്ടിച്ചോ? തിയേറ്റർ കുലുക്കും കത്തിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ അവിടെ? അത്യാവശ്യം ആണോ? ഇന്റർവെൽ ബ്ലോക്ക് എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂക്ക പോരാതിന് ഫഹദ് ചാക്കോച്ചനുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ തിയേറ്റർ കുലുക്കാൻ പറ്റിയ എൻ്റെ സുശീൽ ശ്യാമുണ്ട്. നേരത്തെ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈപ്പ് അത്ര നല്ലതല്ല. പടം നല്ലതായിരിക്കും. ലാലേട്ട ഫാനാണ്.